ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള സാഹചര്യം എന്താണ്, അവരുടെ ഒരു വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ മനസ്സ് വിഷമിപ്പിക്കുന്നുണ്ട്. വിഷമിപ്പിക്കുക എന്നുള്ളത് തന്നെ പറയാം. കാരണം അവരുടെ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥ എന്താണോ അത് കൂടാതെ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളത് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തരണം ചെയ്യുന്നതിന് പകരമായിട്ട് കൂടുതലായിട്ട് ആ ഒരു കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ചിന്തിച്ച് നമ്മളുടെ മനസ്സ് പുണ്ണാക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ഒരു ഡിപ്രഷൻ കൂടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർ വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഒട്ടും ഒരു സ്വസ്ഥത ഈ ഒരു വ്യക്തിക്കില്ല. വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെയധികം ഒരു ഫിയർ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം. അതായത് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അവർ പെട്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു തോന്നലിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ലൈഫിൽ ആരെയോ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയാം. അതൊരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം, ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ള വ്യക്തിയായിരിക്കാം, മറ്റൊരു റിലേഷൻഷിപ്പിലുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, ആരും ആവാം. പക്ഷേ ഇവർ ഒരുപാട് ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ട് എന്ന് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോന്നിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണാണ് ഇപ്പോൾ ഇവരുടെ ലൈഫിലുള്ള കറൻറ്റ് പ്രോബ്ലം എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ വളരെയധികം ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒട്ടും ഒരു സ്നേഹമോ കാരുണ്യമോ അല്ലെങ്കിൽ ഒരു മനസാക്ഷിയോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരുടെ ഒരു എമ്പതിയോ ഒരു കരുണയോ ഒന്നും ഇല്ലാത്ത തരത്തിൽ സെൽഫിഷായിട്ടുള്ള ഒരു വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദയാദാക്ഷിണ്യവും നമ്മൾക്ക് പ്രതീക്ഷിക്കാനില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എക്സാക്റ്റ് ക്യാരക്ടർ ഇത് തന്നെയായിരിക്കാം. നേരത്തെ ഇവർ വിചാരിച്ചിട്ടുള്ളത് പോലെയുള്ള ആ ഒരു അൺകണ്ടീഷണൽ ലവും കാര്യങ്ങളെല്ലാം ഇവരുടെ ഒരു അഭിനയമായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൈക്കിക് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ ആദ്യമേ ഈ ഒരു എനർജി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അവർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോടാണ് ഉള്ളതെന്നാണ് ഞാൻ കരുതിയത്. പിന്നീട് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് നിങ്ങളോടുള്ള എനർജി അല്ല, ഇത് തേർഡ് പാർട്ടിയോടുള്ള എനർജിയാണ്. അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ആ ഒരു വിഷമതകളുടെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വളരെയധികം ട്രസ്റ്റ് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഈ ഒരു മനംമാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ഇവർ നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരെ ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. അതാണ് എക്സാക്റ്റ് വേർഡ്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വെക്കാറുള്ളത്. റിവേഴ്സ് എനർജീസിൽ അങ്ങനെ കാർഡ്സ് വെക്കാറില്ല. ഇനി ഏതെങ്കിലും കാരണവശാൽ കാർഡ്സ് താഴെ വീഴുകയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഷഫിൾ ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു തരത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് അങ്ങനെയുള്ളൊരു കാർഡ്സ് നമുക്ക് കിട്ടാറുള്ളൂ. ചില കേസസിൽ നമ്മൾ ഈ ഒരു റിവേഴ്സ് എനർജീസ് വന്നല്ല മറ്റുള്ള കാർഡ്സിൻ്റെ ഒരു ആംബിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് മാച്ച് അല്ലാന്നുണ്ടെങ്കിൽ എടുക്കാറുമില്ല.
ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിയാൽ കാണാം, നമുക്ക് ആ ഒരു മെയിൻ ഡെക്കിനകത്ത് വന്നിരിക്കുന്ന ഫസ്റ്റ് 2 കാർഡ്സും ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള കാർഡ്സാണ്, അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള എനർജീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ആ ഒരു ക്യൂൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ചൂസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ മെച്ചുവർ ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ലേഡീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ പുറമേ മറ്റൊന്ന് അല്ലെങ്കിൽ ഉള്ളിൽ വേറൊരു സ്വഭാവം വെച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത ഒരു എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ ഒരു പൊട്ട എനർജിയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവുക, ഏത് മാർഗവും ചൂസ് ചെയ്യുക. ഇനി ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചാലോ അല്ലെന്നുണ്ടെങ്കിൽ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താലും വലിയ റിഗ്രറ്റ് ഒന്നും കാണില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും കുറച്ചൊരു ആത്മസന്തോഷം കിട്ടുന്ന തരത്തിലൊക്കെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എനർജിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് പൊതുവേ ഒരു ക്ലീൻ ഫേസും കൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. കുറച്ചും കൂടി ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും അവരുടെ ഒരു എക്സാക്റ്റ് ക്യാരക്ടർ പിടികിട്ടുക. സമൂഹത്തിന് മുൻപിൽ വളരെ നല്ലതാണെന്ന് കാണിച്ച് നടക്കുന്ന വ്യക്തികൾക്കാണ് നമുക്ക് കൂടുതലും ഇങ്ങനെയുള്ള ഒരു എനർജീസ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പൊറുതിമുട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ അവർ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിലും ഒന്നും പ്രതികരിക്കാതെ ഇരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി എനർജിയോട് ഒരുപാട് കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടും ആ ഒരു തണുത്തിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലും പോയിട്ടുണ്ടാവാം. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൻ്റെ ഒരു പേഷ്യൻസ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ അവരൊരുപാട് വിശ്വസിച്ച് കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെയുള്ള ഇവരുടെ ഒരു ചേഞ്ച് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പ്രതികരിക്കാതെ ഇരുന്നതായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കറൻലി എല്ലാം ഒരുപാട് ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു വിള്ളന് വീണിട്ടുണ്ട്. തേർഡ് പാർട്ടിയും ഒട്ടും മോശമല്ല, നിങ്ങളുടെ പേഴ്സണും ഒട്ടും മോശമല്ലാത്ത രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എനർജിയാണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി ഓൾറെഡി ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും അത്രയധികം മനസ്സ് മടുത്തു കഴിഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഇനി ഇത് സഹിക്കാൻ പറ്റില്ല, ഞാൻ ചുമക്കാവുന്നതിൻ്റെ അപ്പുറം ഭാരം ചുമന്നു കഴിഞ്ഞു ഈ ഒരു വ്യക്തിയെ കൊണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം അവർക്ക് മതിയായി, അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളും അതിനിടയിൽ കൂടി ഓവർ തിങ്കിങ്ങും ടെൻഷനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണുള്ളത്. അപ്പോൾ നമ്മൾ കറണ്ട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെങ്കിലും കൂടുതലും ഈ ഒരു തേർഡ് പാർട്ടി എനർജീസ് നമുക്ക് ഇതിനകത്ത് വന്ന് കയറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി കൂടുതലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാർഗ്ഗങ്ങൾ ആരാഞ്ഞ് നടക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി റീഡിംഗ് അല്ലാഞ്ഞിട്ട് പോലും ആ ഒരു എനർജി ഇത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഓർത്ത് ഇവർക്ക് ഊണും ഉറക്കവും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി പോലെ തന്നെ അവരൊരു ട്രാപ്പിനകത്ത് കൊണ്ടുപെടുത്തിയ ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പോൾ ആ ഒരു ട്രാപ്പിനകത്ത് ഇവർ പെട്ടിരിക്കുകയാണ്, പെട്ടെന്നൊന്നും ഊരിപ്പോരില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് തേർഡ് പാർട്ടിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കും അവരിപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും ചിന്തിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ കൂടുതൽ ചിന്തിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഊരി പോരാം, അതിൽ നിന്ന് മൂൺ ചെയ്ത് എങ്ങനെ പോരാം എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഇവർക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലെ കൂടെ ആയിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവർ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി പർപ്പസ്ഫുള്ളി അങ്ങനെയുള്ളൊരു തരത്തിൽ ഇവർ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് പെട്ടുപോയല്ലോ ഈശ്വര, ഇനി എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കും, എന്താണ് ഒരു വഴി എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഇവരുടെ ഒരു മനോഭാവം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി തന്നെയായിരിക്കാം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് ക്ലാഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ കൂടിയും ഈ ഒരു തേർഡ് പാർട്ടിക്ക് തന്നെ ഈ ഒരു പേഴ്സൺ ഒരു പ്രഥമ പരിഗണന കൊടുത്തായിട്ട് നമുക്ക് കാണാം. കാരണം അവരത്രയും ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവർ മനസ്സിനകത്ത് കൊണ്ടു നടത്തിരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് പോന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് അവർക്കായിരിക്കാം കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നൊരു മോചനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് അവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തുള്ള അവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണർ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഈ ഒരു പേഴ്സൺ അല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു പ്ലേസിൽ നിന്ന് ഇറങ്ങി പോരണം എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഇവർക്ക് അത്രത്തോളം പ്രഷർ കിട്ടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇത് നിങ്ങളിൽ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ്. അത് മാത്രമല്ല വളരെ തീവ്രമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു എനർജി തന്നെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ അവർക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആവേശമാണ്, എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ മതി എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിൽ എന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടി ഉണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു 9 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഇനി എത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും അത് നിലനിർത്തണം, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ക്ലാരിറ്റി വേണം എന്ന് ഈ ഒരു പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളോട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നമുക്ക് കാണാം. ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു സുതാര്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കുറവ് ഇതിനകത്ത് ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ വാക്കും കേട്ടിരിക്കുന്ന ഒരു എനർജിയിലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി വേണം. പല കാര്യങ്ങളും പറഞ്ഞ് തിരുത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഞാൻ എനർജി ഇടാനായിട്ട് ഇനിയും തയ്യാറാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർ വളരെയധികം ഒറ്റപ്പെട്ടതായിട്ടാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവർ പഴയ ഗിവ് ആൻഡ് ടേക്ക് ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇവിടെയും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. നിങ്ങൾ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ മനസ്സ് അപ്സെറ്റായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കറൻലി ഈ ഒരു വ്യക്തിയുള്ളത്. അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ശക്തമായിട്ട് നിന്നിട്ടുള്ള ആരുടെയെങ്കിലും ഒരു റിലേഷൻഷിപ്പാണ്, അതും നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെയുള്ള ആ ഒരു ഫെമിനിൻ എനർജിയൊക്കെയാണ് നിങ്ങളുടെ ഇടയിലുള്ളൊരു തടസ്സമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് അത് മനമെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ഊരി പോന്നാൽ മതി, അല്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവൻ എൻ്റെ തലയിലാവും, എനിക്ക് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുള്ളത്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ വളരെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു പേഴ്സൺ അത്രത്തോളം ഒരു മരവിച്ച അവസ്ഥയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളത്. ഒരുപക്ഷെ നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും ഭീകരമായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു വ്യക്തിയുടെ വികാരം, അല്ലെങ്കിൽ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിവായി വരണം, അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് കിടക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഇവരുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനിയും റെഡിയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇവർക്ക് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നേരത്തെ എല്ലാം ഒട്ടും നിങ്ങൾക്ക് മുഖം തരാതിരിക്കുന്ന ഒരു എനർജിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവർ ഇതിനെല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ആകെ ഒരു നെഗറ്റിവിറ്റി ഇവരിൽ പിടികൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു മനസ്സ് മടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ഗ്ലൂമി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ആൻഡ് സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ട് ഒരുപാട് ഉപദ്രവം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിലിരുന്ന് ഒരുപാട് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു തനി സ്വഭാവം തിരിച്ചറിഞ്ഞ് മനമെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഇപ്പോൾ ഒരു മാറിയിട്ടുണ്ട്. ആ ഒരു എനർജി ഷിഫ്റ്റിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ സ്പ്രെഡായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി പേഴ്സൻ്റെ ഒരു എനർജി ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു റീകൺസിലിയേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് എന്തും ആവാം ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.